Welcome guys, welcome to macroeconomics. Today we are going to learn our second chapter from macroeconomics, that is national income accounting. So in the first chapter we discussed about what is macroeconomics, how macroeconomics have evolved, we discussed about Keynes, Adam Smith and all, and we discussed about the evolution of macroeconomics. So at that time itself we have said that macroeconomics means that something related to whole, a study of a whole, മൊത്തത്തിലുള്ള ഒരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പഠനമാണ്. അതായത് വെൻ ഇറ്റ് ഇസ് നാഷണൽ ഇൻകം ഒരു ഡിമാൻഡ് ആണെങ്കിൽ അത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് മാക്രോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻകം ആണെങ്കിൽ നാഷണൽ ഇൻകം, സപ്ലൈ ആണെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ, എല്ലാം കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആസ് എ ഹോൾ അതായിരുന്നു മാക്രോ എക്കണോമിക്സിലെ ആ ഒരു കീവേഡ്. സോ ഇൻ ദിസ് ചാപ്റ്റർ ദാറ്റ് ഈസ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സോ what do you mean by national income? രാജ്യത്തിൻ്റെ വരുമാനം. സോ നാഷണൽ ഇൻകം അതായത് മൊത്തത്തിൽ ഒരു രാജ്യത്തെ മൊത്തത്തിലാണ് നമ്മൾ കാണുന്നത്. സോ ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക്സ് അക്കൗണ്ടിങ്. ഒരു രാജ്യത്തിൻ്റെ മൊത്ത വരുമാനം എങ്ങനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള രാജ്യത്തിൻ്റെ വരുമാനം എങ്ങനെ കണക്ക് കൂട്ടാം. സോ ദാറ്റ്സ് വാട്ട് അവർ ടൈറ്റിൽ ഓഫ് ദിസ് ചാപ്റ്റർ സേസ്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് സ്പെസിഫിക്കലി ഹൗ ദിസ് അക്കൗണ്ടിങ് ഈസ് ഡൺ, വി ഹാവ് ടു ലേൺ അബൌട്ട് സം കോൺസെപ്റ്റ്സ്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ എങ്ങനെയാണ് ഈ ആഡം സ്മിത്തിൻ്റെ നമ്മൾ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. സോ ഹൗ ദിസ് വെൽത്ത് ഓഫ് എ നേഷൻ ഈസ് കാൽക്കുലേറ്റഡ്, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ദിസ് കൺട്രി ഈസ് റിച്ച് ഓർ ദിസ് കൺട്രി ഈസ് പുവർ, ഈ രാജ്യം സമ്പന്നമാണ് അല്ലെങ്കിൽ ഈ രാജ്യം ദരിദ്ര രാജ്യമാണ്. ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്, എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യം സമ്പന്ന രാജ്യം ആവുന്നത്, എങ്ങനെയാണ് ഒരു രാജ്യം ദരിദ്ര രാജ്യം ആവുന്നത്. So we at that time we things will come to our mind like that. It mostly depends upon the natural resources that is present in the nation. ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ, അതായത് ഈ സ്വർണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൾ ഉണ്ടെങ്കിൽ മൈൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൂട്ടുമെന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള റിസോഴ്സസ്, ദ റിസോഴ്സസ് ഇൻസൈഡ് ദാറ്റ് കൺട്രി. ബട്ട് as you can see, when we look into what Brazil or Latin America, they are abundant in resources. അതായത് ബ്രസീലിലും ലാറ്റിൻ അമേരിക്കയിലും നാച്ചുറൽ റിസോഴ്സസ് വളരെ കൂടുതലാണ്. അതായത് എന്തായിക്കോട്ടെ, സ്വർണ്ണമായിരിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ കോളായിരിക്കോട്ടെ, അതുപോലെ ഒരു നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഇൻ ആഫ്രിക്ക ആൻഡ് ബ്രസീൽ. ബട്ട് നോട്ട് ഇൻ ബ്രസീൽ ഇൻ ദ സെൻസ് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെല്ലാം, ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെല്ലാം എന്താണ് നാച്ചുറൽ റിസോഴ്സസ് വളരെ കൂടുതലാണ്. ബട്ട് വി ആർ സീയിങ് ദാറ്റ് ദീസ് നേഷൻസ് ആർ നോട്ട് ദ റിച്ചർ കൺട്രീസ് ഓർ റിച്ചർ നേഷൻസ്. ഈ ആഫ്രിക്കയിലെയും ഈ ലാറ്റിൻ അമേരിക്കയിലെയും ഒന്നും രാജ്യങ്ങൾ എന്തല്ല ഒരുപാട് സമ്പന്നമായ രാജ്യങ്ങളല്ല. അതിനേക്കാളും സമ്പന്നമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് വലിയ തോതിലില്ലാത്ത ജപ്പാനെല്ലാം പോലെയുള്ള കൺട്രീസ് എല്ലാം ഇവരെക്കാളും റിച്ചറാണ്. വാട്ട് ഡസ് ദിസ് ഹാപ്പൻ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ല, നാച്ചുറൽ റിസോഴ്സസ് ഓൾസോ പ്ലേസ് എ റോൾ. Because say that what Qatar, in case of Qatar is having natural gas, or other Gulf countries is having petroleum and other products. ഈ പെട്രോളിയം കൊണ്ടും ഈ നാച്ചുറൽ ഗ്യാസ് കൊണ്ടും എല്ലാം രാജ്യങ്ങൾ സമ്പന്നമാകുന്നുണ്ട്. സോ നാച്ചുറൽ റിസോഴ്സസ് പ്ലേസ് എ റോൾ. നാച്ചുറൽ റിസോഴ്സസ് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അത് മാത്രമല്ല സോൾ റീസൺ എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഒരു രാജ്യത്ത് വെൽത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാവുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരു രാജ്യത്ത്, സോ എ കൺട്രിയിൽ ഒരു വെൽത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു ഇൻകം ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഓഫ് you all know that what is production and what is consumption by learning from micro. We have discussed that what is production and what is consumption. ഈ പ്രൊഡക്ഷൻ എന്താ ഉണ്ടാവണം, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവണം എങ്കിൽ മാത്രമേ, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, ഇൻകം ജനറേറ്റ് ചെയ്യും. അങ്ങനെ എന്നിട്ട് അത് വെൽത്തിയർ കൺട്രി ആവും, ഇൻകവും വെൽത്തും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഈ ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു കുറവാണ് അവരെ വെൽത്തിയർ അല്ലാതാക്കുന്നത്. നേരെ മറിച്ച് ജാപ്പാനിലായാലും അതുപോലത്തെ നാച്ചുറൽ റിസോഴ്സസ് കുറഞ്ഞ കൺട്രിയിലാണെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്നുണ്ട് അടിപൊളിയായി നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ
that countries are a richer countries compared to those countries having high number of natural resources. Still they are poor because the production process is not that of happening compared to the other countries. അപ്പോൾ ആ ഒരു രാജ്യത്ത് എന്തുണ്ടാവുന്നില്ല, ആ ഒരു രീതിയിലുള്ള വലിയ തോതിലുള്ളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തുണ്ടാവാം, സ്മോൾ എൻ്റർപ്രൈസ് ഉണ്ടാവാം, ലാർജ് എൻ്റർപ്രൈസ് ഉണ്ടാവാം. അതായത് ചെറിയ എന്തുണ്ടാവും, ഈ കമ്മോഡിറ്റീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് ഈ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവരെന്തിനാണ് ഈ പ്രൊഡക്ഷന് വേണ്ടി, വൈ ദേ പ്രൊഡ്യൂസ് ടു എന്താണ് സെൽ ദെയർ ഗുഡ്സ്, അല്ലെങ്കിൽ കൺസപ്ഷന് വേണ്ടിയിട്ട്, അതായത് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്താക്കുന്നത്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ എന്തുണ്ടാവണം, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലാർജ് ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ട് ഒരുപാട് പ്രൊഡക്ട്സും കമ്മോഡിറ്റീസും ഉണ്ടാവുകയും അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം എന്താവുന്നത്, ഒരു വെൽത്തിയർ നേഷൻ ആയിട്ട് മാറുന്നത്. സോ വി ഹാവ് സെഡ് ദാറ്റ് ലാർജ് ഓർ സ്മോൾ എൻ്റർപ്രൈസസ് പ്രൊഡ്യൂസ് ബിക്കോസ് വി നീഡ് ടു കൺസ്യൂം. കൺസംഷന് വേണ്ടിയിട്ടാണ് ഇവർ എന്താക്കുന്നത്, നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് കൺസ്യൂമേഴ്സ് മേ ബി വാട്ട്, കൺസ്യൂമേഴ്സ് മേ ബി ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ വേറൊരു എൻ്റർപ്രൈസസ് ആവാം. എന്ത് കൺസ്യൂമേഴ്സ്, നമ്മുടെ കൺസ്യൂമേഴ്സ് ഇവരാരും ആവാം. അത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് ഇവരാരും ആവും. സോ ഈ ഗുഡ് ചില ആളുകൾ, പീപ്പിൾ വിൽ ബി ദിസ് എൻ്റർപ്രൈസസ് പ്രൊഡ്യൂസ് ദിസ് ഗുഡ്സ് ഫോർ സെല്ലിങ്, ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കൺസപ്ഷന് വേണ്ടിയിട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസേഴ്സ് ക്യാൻ ബി ഒരു ഇൻഡിവിജ്വൽ ആവാം, എൻ്റർപ്രൈസ് ആവാം. അതുപോലെ ഈ ഗുഡ് ചിലപ്പം ഫെർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സേ നമ്മൾ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് കോട്ടൺ, സോ ദിസ് കോട്ടൺ ഉണ്ടാക്കിയിട്ട് അതൊരു എന്താ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്താക്കാം ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് ഫാമറിന് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ആൾക്ക് കൊടുക്കാം, ബ്രെഡ് അല്ലെങ്കിൽ വീറ്റ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. സോ റൈസ് ഉണ്ടാക്കിയിട്ട് പുട്ടുപൊടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. സോ ദിസ് ഗായ് ഹൂസ് ആ ബ്രെഡ് ഉണ്ടാക്കുന്ന ആള് ഒരു എൻ്റർപ്രൈസ് ആവാം, ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഈ റൈസ് വാങ്ങി നേരിട്ട് ആളുകൾക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുകയും ചെയ്യാം. സോ both of these things can happen. There is individuals and there is enterprises. So what my point is, what further production വേണ്ടിയിട്ടും ഗുഡ്സ് കൺസ്യൂം ചെയ്യും. അരെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ബ്രെഡ് കമ്പനി ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഗുഡ് കൺസ്യൂം ചെയ്യും. സോ നമ്മളൊരു പുതിയ ടേമിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വാട്ട്, ഫൈനൽ ഗുഡ്. സോ ഈ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഈ ഫൈനൽ ഗുഡ്. സോ വാട്ട് ഈസ് ദിസ് ഫൈനൽ ഗുഡ്? സോ ഈ ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ, സേ ദ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് വാട്ട്, നമ്മളെ പ്രൊഡക്ഷൻ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് വീറ്റ്. സോ ഈ വീറ്റ് നമ്മളൊരു മനുഷ്യന്മാർ വാങ്ങി അവർ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ, സേ ദാറ്റ് ഈസ് എ ഫൈനൽ ഗുഡ്. ഇൻഡിവിജ്വൽസ് ബൈ ചെയ്തിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ, അതേ ഈ വീറ്റ് ഒരു ബ്രെഡ് കമ്പനി വാങ്ങിയിട്ട് എൻ്റർപ്രൈസ് ഒരു ബ്രെഡ് കമ്പനി വാങ്ങിയിട്ട് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഫൈനൽ ഗുഡ് അല്ല. ഫൈനൽ ഗുഡ് എന്താണ്? ബ്രെഡാണ് ഫൈനൽ ഗുഡ്. സോ ദിസ് വീറ്റ് ഈസ് ബീങ് വാട്ട്, ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ വീറ്റ് ഉപയോഗിക്കുകയാണ്. സോ അറ്റ് ദാറ്റ് ടൈം അവർ വീറ്റ് ഈസ് നോട്ട് എ ഫൈനൽ ഗുഡ്. ബട്ട് വേറെസ് വെൻ വി കൺസ്യൂം വീറ്റ്, ഇൻഡിവിജ്വൽസ് ആളുകൾ വാങ്ങി വീറ്റ് കഴിക്കുമ്പോൾ ആ വീറ്റ് ഒരു ഫൈനൽ ഗുഡാണ്. നേരെ മറിച്ച് വേറൊരു ഫർദർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ആ ഗുഡ് വാങ്ങുകയാണെങ്കിൽ എന്തല്ല, അത് ഫൈനൽ ഗുഡ് അല്ല. സോ ഫൈനൽ ഗുഡ് ഈസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് അണ്ടർഗോ ഫർദർ പ്രൊഡക്ഷൻ. So you have to be clear with this thing, right? What ഈ ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ, സേ നമ്മൾ ചായപ്പൊടി, സോ ചായപ്പൊടി നമ്മൾ വാങ്ങുന്നു, ആ ചായപ്പൊടി നമ്മൾ ചായ ആക്കുന്നുണ്ട്, അവിടെ ഒരു ഫർദർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അപ്പം നമ്മൾ ഈ ചായപ്പൊടീനെ എന്തായാലും ഫൈനൽ ഗുഡായിട്ട് തന്നെയാണ് കാണുന്നത്. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം നമ്മൾ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കുമ്പോൾ വി ആർ നോട്ട്
എന്താണ് നമ്മൾ അത് ആ ചായ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിൽക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആ ചായപ്പൊടി ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഈ വീറ്റ് വാങ്ങി ഈ ഇൻഡിവിജ്വൽ കൊണ്ടുപോയിട്ട് ചപ്പാത്തി ചുടുമ്പോൾ എന്തല്ല, അത് ഫൈനൽ ഗുഡ് തന്നെയാണ്. ബിക്കോസ് ദർ ഇസ് നോ ഫർദർ ഒരു സെല്ലിങ് നടക്കുന്നില്ല. നേരെ മറിച്ച് ഇതേ ചപ്പാത്തി ഈ ചപ്പാത്തി when chapati produced by individuals, chapati or roti, what's this, അല്ലെങ്കിൽ പൊറാട്ട. സോ ഈ പൊറാട്ട ഒരു ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ടാളുകൾ വീറ്റ് വാങ്ങുന്നു. ഈ വീറ്റ് മൈദയാണോ പൊറാട്ട ഉണ്ടാക്കുക? ഐ തിങ്ക് ഇറ്റ് മൈദ, വാട്ട് എവർ ഇറ്റ് ഈസ്. Say I think that there is wheat paratha also, we can go with wheat, no issues. So this paratha, when we buy wheat or maida and we produce paratha, നമ്മൾ തന്നെ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ അതെന്താണ്, ഫൈനൽ ഗുഡ് ആണ്. ഏത്? ഈ വീറ്റ് ഒരു ഫൈനൽ ഗുഡ് ആണ്, അല്ലെങ്കിൽ മൈദ ഒരു ഫൈനൽ ഗുഡ് ആണ്. നേരെ മറിച്ച് ആ മൈദയോ വീറ്റോ ഒരു ഹോട്ടൽ വാങ്ങുകയാണ്. ഒരു ഹോട്ടൽ വാങ്ങി അവരത് ചപ്പാത്തി ആയിട്ടോ അവരത് പൊറോട്ട ആയിട്ടോ കൊടുക്കുമ്പോൾ എന്തല്ല, അത് ഫൈനൽ ഗുഡ് അല്ല. സോ എക്കണോമിക് വാല്യൂ ആണ് ഫൈനൽ ഗുഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക് വാല്യൂ. സോ ബിക്കോസ് ആ ഒരു എക്കണോമിക് നേച്ചർ അല്ലെങ്കിൽ എക്കണോമിക് എന്താണ്, ആ ഒരു എക്കണോമിക് നേച്ചറാണ് ഒരു എക്കണോമിക് നേച്ചറാണ് ഇതിനെ ഫൈനൽ ഗുഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഹിയർ when we are buying this paratha or maida and when we itself is producing this what paratha and chapati, there is not an economic nature in that, right? നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ വാങ്ങിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വേറെ മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. സോ ദാറ്റ്സ് ഫോർ അവർ ഓൺ കൺസപ്ഷൻ ഓൺലി. സോ അറ്റ് ദാറ്റ് ടൈം the wheat is a final good, whereas when the hotel comes, ആ ഹോട്ടലിൽ എന്താണ് ഫൈനൽ ഗുഡ്? ഹോട്ടലിൽ വീറ്റ് അല്ല, ഈ പൊറാട്ടയും ചപ്പാത്തിയാണ് ഫൈനൽ ഗുഡ്. ഏത്? ഹോട്ടലിലേക്ക് മാറുമ്പോൾ ഇതേ ചായ, നേരത്തെ പറഞ്ഞ ചായ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ആ ചായപ്പൊടി നമുക്ക് ഫൈനൽ ഗുഡ് ആണ്. നേരെ മറിച്ച് ആ ചായ ഒരു ഹോട്ടലിൽ പോയി ഒരു ഹോട്ടലുകാരൻ പുറത്ത് ആ ചായ വെക്കുമ്പോൾ ചായപ്പൊടി അല്ല പിന്നെ ഫൈനൽ ഗുഡ്. ഫൈനൽ ഗുഡ് ചായ തന്നെയാണ്. നമ്മൾ ചായപ്പൊടി വാങ്ങി ചായ ഉണ്ടാക്കുമ്പോൾ ഫൈനൽ ഗുഡ് ചായപ്പൊടി ആകുന്നു. ബിക്കോസ് വി ഡസൻ ഹാവ് എൻ എക്കണോമിക് നേച്ചർ. ആ ഒരു എക്കണോമിക് നേച്ചർ നമുക്കില്ല ഒരു ചായ ഉണ്ടാക്കുമ്പോൾ. നേരെ മറിച്ച് ഒരു ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ആ ഹോട്ടലുകാരൻ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു എക്കണോമിക് നേച്ചർ ഉണ്ട്. അപ്പോൾ ചായപ്പൊടിയല്ല, ചായയാണ് ഫൈനൽ ഗുഡ്. സോ ഇൻ ദിസ് എന്താണ്, നമ്മുടെ ഫൈനൽ ഗുഡ് ക്യാൻ ബി ഇൻഡിവിജ്വൽ കൺസപ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഫൈനൽ ഗുഡ് തന്നെ വേറെ ഒരു ഫെർദർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് അണ്ടർഗോ ചെയ്യുന്നില്ല. ഇവിടെ ഈ ഫെർദർ പ്രൊഡക്ഷൻ നടത്തി ഒരു എക്കണോമിക് നേച്ചർ ഉണ്ടാവുന്നില്ല ഈ ഫൈനൽ ഗുഡ് ഇൻഡിവിജ്വൽസ് വാങ്ങുമ്പോൾ. നേരെ മറിച്ച് എൻ്റർപ്രൈസ് വാങ്ങുമ്പോൾ അവിടെ എന്താവുന്നുണ്ട്, ഒരു എക്കണോമിക് നേച്ചറും അതിലൊരു ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാവുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം എന്താണ്, ഫൈനൽ ഗുഡിൽ വ്യത്യാസം വരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് ഫൈനൽ ഗുഡ് ഈസ്. സോ ദിസ് ഫൈനൽ ഗുഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കൺസപ്ഷൻ ഗുഡ്സ് ആൻഡ് consumption goods or what, capital goods. നമ്മൾ ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനലി ഒരു ഫെർദർ ട്രാൻസ്ഫോർമേഷന് പോകാത്ത ഒരു എക്കണോമിക് നേച്ചർ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു എക്കണോമിക് നേച്ചർ പിന്നീട് ഉണ്ടാവുന്നില്ല. ആ ഒരു ഫൈനൽ ചായപ്പൊടി വാങ്ങുമ്പോൾ ആ ചായപ്പൊടി വാങ്ങി എന്നതിലൂടെ നമ്മൾ ആ എക്കണോമിക് നേച്ചർ അവസാനിക്കുന്നു. പിന്നെ നമ്മൾ തന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ആ എക്കണോമിക് നേച്ചർ ഇല്ല. സോ ദിസ് ഫൈനൽ ഗുഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കൺസപ്ഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. സോ കൺസപ്ഷൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബട്ട് ദ കൺസംഷൻ ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സേ വാട്ട് എനിത്തിങ്, ബ്രെഡ് ആവാം, ബ്രെഡ് അല്ലെങ്കിൽ ബനാന, എന്തും ഇതെല്ലാം കൺസപ്ഷൻ ഗുഡാണ്. സേ അല്ലെങ്കിൽ ടി വി, ഫ്രിഡ്ജ്, സോ ദിസ് ഓൾ ആർ വാട്ട്, കൺസപ്ഷൻ ഗുഡ്സ്. സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ്. നേരെ മറിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് വാട്ട് ഈസ് വാട്ട് സംതിങ് ഈസ് മെഷീനറീസ് ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും എന്താക്കുന്നു, വേറെ ഗുഡ്സ് ഉണ്ടാക്കുന്നു. നമ്മളൊരു മെഷീൻ വാങ്ങുന്നു, അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വാങ്ങുകയാണ്. സോ ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീനും നമുക്ക് ഫൈനൽ ഗുഡാണ്. സോ ആസ് ഒരു പ്രൊഡ്യൂസർക്ക് അതും ഒരു ഫൈനൽ ഗുഡാണ്. ബിക്കോസ് വാട്ട്, ആ മെഷീൻ ഒരു ഫെർദർ ട്രാൻസ്ഫോർമേഷനൊന്നും പോകുന്നില്ല.
ആ മെഷീൻ ഉപയോഗിച്ച് വേറെ ഗുഡ് ഉണ്ടാക്കുന്നുണ്ട്, ശരിയാണ്, ആ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ബട്ട് ആ മെഷീൻ കൊണ്ട് പിന്നെ നമ്മൾ ആ മെഷീൻ വേറൊരു രൂപത്തിലാക്കി മറിച്ച് വെക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും എന്തില്ല നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ദാറ്റ് മെഷീൻ ക്യാൻ ബി വാട്ട് ക്യാപിറ്റൽ ഗുഡ്സ്, ഒരു ഫൈനൽ ഗുഡാണ്. ഇത് ഒരു മെഷീനറി ടൈപ്പ് സാധനമാണ്. ഇത് ഡ്യൂറബിൾ ആണ്, അതായത് കുറേ കാലം നിൽക്കും. സോ അതേപോലെ ഈ ഡ്യൂറബിൾ പറയുമ്പോൾ ഈ കൺസപ്ഷൻ ഗുഡ്സ് ക്യാൻ ഓൾസോ ബി ഡിവൈഡഡ് ഇൻ ടു വാട്ട്, ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. വാട്ട് ഈസ് ദാറ്റ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ? വാക്കിൽ തന്നെയാണ്. ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ കുറേ കാലം നിൽക്കുന്ന എന്നുള്ളത് അർത്ഥമാണ്. ഇപ്പം നമ്മളൊരു ടി വി വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു, ഒരു മിനിമം എന്താ പറയുക, ഒരു മിനിമം 5 years എല്ലാം നിൽക്കില്ലേ? ഒരു 5 years എല്ലാം നിൽക്കും. എന്നൊരു നല്ല ടി വി ആണെങ്കിൽ 5 years എല്ലാം നിൽക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഗുഡ് ഈസ് ഡ്യൂറബിൾ. ഒരു ടൈം, കൂടുതൽ ടൈം നിൽക്കും. മീൻസ് നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ ഒരു തവണ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ സേ എന്താണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും കുറേ കാലം നിൽക്കൊന്നുമില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകും. സോ നമുക്ക് ഒരു ടി വിയും ഫ്രിഡ്ജൊന്നും അങ്ങനെയല്ല. അതുപോലെ തന്നെ ഈ മെഷീൻസും അതുപോലെയാണ്. എന്താണ്, ഈ ക്യാപിറ്റൽ ഗുഡ്സും എന്താണ് ഡ്യൂറബിൾ ആണ്, കുറേ കാലം നിൽക്കും. സോ വി ക്യാൻ യൂസ് ദിസ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ വാട്ട്, പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്താക്കാം, നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചിട്ട് വേറെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ സേ വാട്ട്, ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീനാണ്, ആ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നു. സോ വി ആർ യൂസിങ് ദിസ് ക്യാപിറ്റൽ ഗുഡ്സ്, വി ആർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. സോ ഈ കൺസപ്ഷൻ ഗുഡിൽ തന്നെ ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ എന്നുണ്ട്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കാം. 5 years ടി വി ആണ് ഇതിൻ്റെ ഒരു, ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ലോങ്. ഒരു വെയർ ആൻഡ് ടിയർ പെട്ടെന്ന് സംഭവിക്കില്ല, പെട്ടെന്ന് എന്താവില്ല, ആ ഗുഡ് നശിച്ചു പോവില്ല. പക്ഷേങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മെഷീൻ ആയാലും ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും ചെറുങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. സോ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ദിസ് ടി വി ഓൾസോ. വാട്ട്, ഓരോ കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഡ്യൂറബിൾ ഗുഡ്സ്. സോ ഇനി ഈ ഫൈനൽ ഗുഡ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, intermediate goods. So we can learn this final good and intermediate goods through an example. Say we are producing ketchup ഉണ്ടാക്കുന്നു. ഈ കെച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണം കെച്ചപ്പിന്? സേ നമുക്ക് ടൊമാറ്റോ വേണം, ഷുഗർ വേണം, പിന്നെ വാട്ട് എൽസ് വി നീഡ്? ഐ തിങ്ക് ദാറ്റ് വേറെ പിന്നെ എന്ത് വേണം? വേറെ എന്തോ ഒരു സ്പൈസസ് എല്ലാം ഉപയോഗിക്കും. ലെറ്റ്സ് സേ വി ആർ നൗ യൂസിങ് ടൊമാറ്റോ ആൻഡ് ഷുഗർ. ഈ ടൊമാറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ല ടൊമാറ്റോ സോസോ എങ്ങനെയല്ല. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, ഈ ടൊമാറ്റോയും ഷുഗറും എന്തുണ്ടാക്കാൻ വേണ്ടി, ഈ കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൊമാറ്റോ ഷുഗർ, ഈ ടൊമാറ്റോയും ഷുഗറിനെയാണ് നമ്മൾ എന്താക്കുക, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുക. See, you have to understand that ഇത് ഉപയോഗിച്ച് വേറൊരു പ്രൊഡക്ഷൻ നടക്കണം. ഈ ടൊമാറ്റോ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ, ഈ ടൊമാറ്റോ നമ്മൾ വാങ്ങി കറി വെക്കുന്നു, അല്ലെങ്കിൽ ഈ ടൊമാറ്റോ നമ്മൾ വാങ്ങി നമ്മൾ തന്നെ സ്വയം കഴിക്കുന്നു. At that time this is a final good because this tomato is not going further production or inducing an economic nature. പക്ഷേ ഈ ടൊമാറ്റോ ഒരു കമ്പനി വാങ്ങി അവിടെ അവർ കെച്ചപ്പ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അവർ കെച്ചപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്കണോമിക് നേച്ചർ ഉണ്ടാവുന്നുണ്ട്, അവിടെ എന്താണ് ഒരു ഫെർദർ പ്രൊഡക്ഷൻ കൂടി നടക്കുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ദിസ് കെച്ചപ്പ് ഈസ് അവർ ഫൈനൽ ഗുഡ്. ദിസ് ഈസ് അവർ ഫൈനൽ ഗുഡ് ഹിയർ. ഷുഗർ, ടൊമാറ്റോ എന്താണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഗുഡാണ്. സോ ദ ഇന്റർമീഡിയറ്റ് ഗുഡ് ഉപയോഗിച്ചിട്ട് the production process happens and a final good is produced. So ketchup is our final good, tomato is our intermediate good. So we discussed two things, right? Final good and intermediate good. So and we have been discussing this production process. Production ഉണ്ടാവുന്നു, for consumption വേണ്ടി production ഉണ്ടാവുന്നു,
There are two types of goods, consumption goods തന്നെ ഫൈനൽ ഗുഡ്സിൽ തന്നെ കൺസപ്ഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. സോ അങ്ങനെ ഈ കൺസപ്ഷൻ ഗുഡ്സ് ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ എന്നെല്ലാം നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു വരുമാനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്മൾ ഒരുപാട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെല്ലാം നമുക്കിങ്ങനെ 5 ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്തു, 10 ഓറഞ്ച് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ 10 ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തു. വി കനോട്ട് ജസ്റ്റ് സിംപ്ലി സേ ദാറ്റ് വാട്ട് സേ 10 ആപ്പിൾ ഈസ് പ്രൊഡ്യൂസ്, 10 ബ്രെഡ് ഈസ് പ്രൊഡ്യൂസ്, അങ്ങനെ കുറേ എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇൻകം, നമുക്ക് വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി വാട്ട് ഒരു കോമൺ മെഷറിംഗ് റോഡ് വേണം, അല്ലെങ്കിൽ ഒരു കോമൺ മെഷർമെൻറ്റ് വേണം. എങ്ങനെയാണ്, അതായത് നമ്മൾ ഒരു എക്കണോമിയിൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗുഡ്സ് ആർ ബീൻ പ്രൊഡ്യൂസ്ഡ്, ലൈക്ക് ദർ ആർ ബ്രെഡ്സ്, മെഷീൻസ്, വെഹിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്, ഓട്ടോമൊബൈൽസ്, പിന്നെ എണ്ണിയാത്തിരത് ഇലക്ട്രോണിക്സ്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റൈസ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഗുഡ്സാണ് ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി കനോട്ട് സേ കാൽക്കുലേറ്റ് ഇത്ര അരി പ്രൊഡ്യൂസ് ചെയ്തു, ഇത്ര ഓട്ടോമൊബൈൽ, ഇത്ര വാഹനം വിറ്റു, ഇങ്ങനെ വിറ്റു എന്ന് നമുക്ക് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്കൊരു എന്തുണ്ടാവില്ല, ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഇതിനെല്ലാം ഒരു മൊത്തത്തിൽ ഒരു കോമൺ മെഷറിംഗ് റോഡിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ മെഷർമെൻറ്റിലേക്ക് നമ്മൾ വരികയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് സം ടോട്ടൽ ഓഫ് മോണിറ്ററി വാല്യൂ. ഈ വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കണ്ട, സിമ്പിളാണ് സാധനം. മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, പൈസയുടെ ടേംസിൽ എന്നുള്ള ഒരു അർത്ഥമാണ്. സോ നമ്മളൊരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു വെഹിക്കിൾ ഉണ്ടാക്കി, ഒരു ഓട്ടോമൊബൈൽ ഒരു വെഹിക്കിൾ ഉണ്ടാക്കി, ആ വെഹിക്കിളിൻ്റെ വില 10 lakhs. നമ്മൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്തു, റൈസ് കുറേ ഒരു ടണ്ണ് അല്ലെങ്കിൽ റൈസെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് റൈസ് ഒരു 1 lakh വിറ്റു. സോ അങ്ങനെ ഈ റൈസ് ക്വാണ്ടിറ്റി ചെയ്ത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മൊത്തം മോണിറ്ററി വാല്യൂ കിട്ടും. അതായത് മൊത്തം ഒരു നാണയത്തിലുള്ള അല്ലെങ്കിൽ വിലയുടെ ടേംസിൽ നമുക്ക് കിട്ടും. ഒരു 10 ആപ്പിളിൻ്റെ മോണിറ്ററി വാല്യൂ എന്ന് പറയുമ്പോൾ 1 കിലോ ആപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 ആപ്പിൾ 1.5 കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്ററി വാല്യൂ 150 ആണ്. ഒരു 10 ഓറഞ്ചാണ് 1 കിലോ ഓറഞ്ച് ആകുന്നത്. അപ്പോൾ ആ 1 കിലോ ഓറഞ്ചിന് 150 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്ററി വാല്യൂ 150 ആണ്. പിന്നെ അത് 1 കിലോ ഓറഞ്ച് ആണ് എന്ന് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സോ വി ആർ ലീവിങ് വാട്ട് 1 കിലോ ഓറഞ്ച് ആയിക്കോട്ടെ, 1 കിലോ ആപ്പിൾ ആയിക്കോട്ടെ, അതിൻ്റെ ആ വില നമ്മളിങ്ങ് എടുക്കുകയാണ്. എന്താണോ ആ ഗുഡിൻ്റെ ആ ക്വാണ്ടിറ്റി ഇൻറ്റു ഇപ്പോൾ ഒരു 100 കിലോ ആപ്പിൾ ഉണ്ടെങ്കിൽ കിലോ 100 രൂപയാണ്, 100 കിലോ ഉണ്ടെങ്കിൽ 100 × 100 10,000 രൂപ. അപ്പോൾ 10,000 രൂപ നമ്മളിങ്ങ് എടുക്കുകയാണ്. എന്ത് ഈ ആപ്പിളിൻ്റെ പിന്നെ ആപ്പിൾ 100 കിലോ ആപ്പിൾ എന്നുള്ളതില്ല, പിന്നെ ഈ 10,000 റുപ്പീസ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതിനെ ഒരു സം ടോട്ടൽ ഓഫ് മോണിറ്ററി വാല്യൂ, അതായത് ഇതിൻ്റെ മൊത്തത്തിൽ. അപ്പോൾ ഈ എക്കണോമിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടി 11,10,000 ആണ് ഇതിൻ്റെ എക്കണോമിയുടെ നമ്മൾ ഈ എക്കണോമിയിൽ എത്ര ഗുഡ്സ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ്. പിന്നെ നമ്മൾ എന്തില്ല, ഈ വെഹിക്കിൾ ഉണ്ടാക്കി എന്ന് പറയുന്നില്ല, റൈസ് ഉണ്ടാക്കി എന്ന് പ്രത്യേകം പറയുന്നില്ല, ആപ്പിൾ ഉണ്ടാക്കി എന്ന് പ്രത്യേകം പറയുന്നില്ല. നമ്മൾ പറയുന്നത് പിന്നെ നമ്മളൊരു 11,10,000 ഗുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഈ എക്കണോമിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഈ മെഷർമെൻറ്റിൽ എപ്പോഴും ഓൺലി ഫൈനൽ ഗുഡ്സ് മാത്രമേ നമ്മൾ എന്താവുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ഫൈനൽ ഗുഡ്സ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സേ ആസ് എ കെച്ചപ്പ് എക്സാമ്പിൾ ഓൾസോ ദർ ഇസ് ടൊമാറ്റോ ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്. നമ്മൾ ഈ ടൊമാറ്റോ നമ്മൾ പൈസ കൊടുത്തല്ലേ വാങ്ങുന്നത്. ടൊമാറ്റോ ഓൾസോ വി ആർ പേയിങ് സം മണി ഫോർ ദിസ് ടൊമാറ്റോ, but we are not calculating this tomato because this is intermediate good and this is what final good. We are only calculating our value of this. ഈ കെച്ചപ്പിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ ഇതിലെടുക്കുന്നുള്ളൂ. ഇതിൽ നമ്മൾ പിന്നെ നമ്മൾ എന്താക്കില്ല, ടൊമാറ്റോയുടെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല. സോ why we are only calculating final goods? why we are not taking intermediate goods? എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കാത്തത് എന്നുള്ളതാണ്. സേ നമ്മൾ ഈ ടൊമാറ്റോ നമ്മൾ 10,000 രൂപയ്ക്ക് വാങ്ങി, കുറേ വാങ്ങുന്നുണ്ട്. സോ 10,000 രൂപയ്ക്ക് വാങ്ങി നമ്മൾ പിന്നെ ഈ കെച്ചപ്പ് ഒരു കമ്പനി ഒരു കെച്ചപ്പ് ഉണ്ടാക്കി. ആ കെച്ചപ്പ് പിന്നെ ദേ ആർ സെല്ലിങ് ഇറ്റ് ഫോർ സം 30,000 ആഫ്റ്റർ റീപ്രൊഡക്ഷൻ
ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കെച്ചപ്പ് വിൽക്കുന്നു. സോ നമ്മൾ ഇത് രണ്ടും കൂടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 10,000 പ്ലസ് 30,000 40,000 എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ എക്കണോമിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കെച്ചപ്പിൻ്റെ 30,000 ഇല്ലേ, ഈ 30,000 ഓൾറെഡി നമ്മുടെ ടൊമാറ്റോയുടെ വില ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ്. Say, because when we are setting up a price, we will always consider that the cost incurred. ഈ കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ടൊമാറ്റോ വാങ്ങി ലേബർ കൊടുത്തു, അതെല്ലാം നമ്മൾ ഈ കെച്ചപ്പിൻ്റെ പ്രൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ടൊമാറ്റോ വാങ്ങിയത് നമ്മൾ വേറെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു, കെച്ചപ്പിൻ്റെ നമ്മൾ വേറെയും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കെച്ചപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഈ ടൊമാറ്റോ ഉണ്ട്. കാരണം എന്താ, ഈ 10,000 രൂപ, ഈ 30,000-നുള്ളിൽ ഈ 10,000 രൂപ ഉണ്ട്. സോ നമ്മൾ പിന്നെ ഈ 30,000 ഈ ടൊമാറ്റോയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ there comes what? There comes double counting. ഈ ഡബിൾ കൗണ്ടിങ് എപ്പാ വരുന്നത്? when we calculate intermediate goodsന്റെ കേസിൽ ഇന്റർമീഡിയറ്റ് ഗുഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ if we calculate intermediate good, എന്താണ് ഡബിൾ കൗണ്ടിങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ കാരണം എന്താണ്, ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഫൈനൽ ഗുഡ്സിൽ അബ്സോർബ്ഡ് ആണ്. ബിക്കോസ് ഈ കെച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ കെച്ചപ്പിന്റെ നമുക്കൊരു ഈ കെച്ചപ്പിലും ടൊമാറ്റോ ഉണ്ടല്ലോ, നമുക്കൊരു അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. ബട്ട് അങ്ങനെയല്ല. അതായത് ഈ കെച്ചപ്പിന്റെ പ്രൈസിൽ ഫൈനൽ പ്രൈസ് ഈ 30,000 ഈ ടൊമാറ്റോയുടെ പ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ കെച്ചപ്പ് എന്ന ഗുഡ് തന്നെ ടൊമാറ്റോ അടങ്ങിയിട്ടുണ്ട്, ടൊമാറ്റോയുടെ സത്ത് അതിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് സെൻസ് എന്താണ്, ഈ ഇന്റർമീഡിയറ്റ് ഗുഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ് നമ്മൾ ഈ സം ഓഫ് മോണിറ്ററി വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ മെഷർമെന്റിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. സോ ടു അവോയ്ഡ് ദിസ് ഡബിൾ കൗണ്ടിങ്, ആണ് നമ്മൾ എന്ത് ഓൺലി ഫൈനൽ ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ ഫൈനൽ ഗുഡ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം. Next two concepts we are going to introduce is what? Flow and stack. So നമ്മൾ പറഞ്ഞു ഒരു ഇൻകം അല്ലെങ്കിൽ say that my income is 10,000. If I say like this, എൻ്റെ ഇൻകം 10,000 ആണ്, അപ്പോൾ അതൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. എൻ്റെ ഇൻകം ഡെയിലി ഇൻകം ആവാം 10,000, വീക്ക്ലി ഇൻകം ആവാം, മേ ബി മന്ത്ലി ഇൻകം ആവാം, മേ ബി ഇയർലി ഇൻകം ആവാം 10,000. സോ വെൻ വി സേ ദാറ്റ് മൈ ഇൻകം ഈസ് 10,000, ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. സോ വൈ ഈസ് ഇറ്റ് ഇൻകംപ്ലീറ്റ്? അതിന് ഒരു ടൈം പീരീഡ് കൊടുക്കുന്നില്ല. സോ സെർട്ടൈൻ തിങ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ടൈം പീരീഡിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു അർത്ഥം പൂർണ്ണമാവുള്ളൂ. സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോ എന്നുള്ള രീതി പറയുക. അപ്പോൾ ഒരു ടൈം പീരീഡ് ഇമ്പോർട്ടൻറ്റ്, ടൈം പീരീഡിൻ്റെ ഇമ്പോർട്ടൻസ്. സോ അതുപോലെ തന്നെ, അതായത് ഞാൻ പറഞ്ഞല്ലോ 10,000 എന്ന് പറയുമ്പോൾ എൻ്റെ സാലറി ആണോ, എൻ്റെ വീക്ക്ലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവെ ഈ നാഷണൽ ഇൻകം കൺസ്യൂം ചെയ്യുമ്പോൾ എന്താണ് ഒരു വർഷത്തിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രൊഡക്ഷൻ ഇത്രയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അവർ പ്രൊഡക്ഷൻ ഈസ് സേ സം 20 lakhs. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മൾ ഇത്രയും കാലം മൊത്തം പ്രൊഡ്യൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഈ മാസം പ്രൊഡ്യൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തതാണോ? സോ ആ ഒരു എന്താണ് ഒരു മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇതും കൂടെ ഉള്ള ഒരു സാധനത്തെ നമ്മൾ ഫ്ലോ എന്ന് പറയുന്നു. അതുപോലെ വേറൊരു വാരിയബിൾ ഉണ്ട്, അതായത് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതിന് ടൈം പീരീഡ് അല്ല, അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ അത് എത്ര ഉണ്ട് എന്നതാണ് ആ ഒരു സ്റ്റാക്ക് വാരിയബിളിൻ്റെ അല്ലെങ്കിൽ സ്റ്റാക്ക് എന്നതിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൻ വി ലുക്ക് ഇൻടു ആൻ എക്സാമ്പിൾ ഇറ്റ് വിൽ ബി ക്ലിയർ. നമ്മളൊരു ടാങ്കിലേക്ക് വെള്ളം നിറയുന്നു. സോ ആ ടാങ്കിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വെള്ളം ഉണ്ടല്ലോ, സേ ഒരു ഇത്ര ടൈം പീരീഡിൽ ഒരു 10 മിനിറ്റിൽ ഇങ്ങനെ നിറയുന്ന വെള്ളം,
അതിനെ നമുക്ക് വേണമെങ്കിൽ ഫ്ലോ എന്ന് വിളിക്കാം. സോ ഫ്ലോ ഓഫ് വാട്ടർ, ആ വാക്കർത്ഥം തന്നെ ഉണ്ട്, ഫ്ലോ എന്ന് വിളിക്കാം. നേരെ മറിച്ച് ആ ടാങ്കിൽ ഇപ്പോൾ ആ ടാങ്കിൽ പകുതിയോളം വെള്ളം ഉണ്ട് അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനെ സ്റ്റാക്ക് എന്ന് വിളിക്കാൻ പറ്റും. സോ വൺ മോർ തിങ്, ഇറ്റ്സ് എവിഡൻറ്റ് ദാറ്റ് നമുക്കൊരു പോപ്പുലേഷൻ്റെ കേസ് എടുക്കാം. സോ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് 121 crore എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു സ്റ്റാക്കാണ്. ബിക്കോസ് അതിൽ അറ്റ് എ പോയിന്റ്, ഈ പോയിന്റിൽ ഈ ഇയറിൽ 121 crore ആണ് ഇന്ത്യൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട്, ഒരു സ്റ്റാക്കാണ്. നേരെ മറിച്ച് പോപ്പുലേഷൻ ഹാസ് ഗ്രോൺ, ഇൻക്രീസ്ഡ് ബൈ 20 crores ലാസ്റ്റ് 5 years. അങ്ങനെ പോപ്പുലേഷൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 20 കോടി കൂടി. ഈ ഡാറ്റ തെറ്റാണ്, ബട്ട് ജസ്റ്റ് ടേക്ക് ദിസ് ആൻ എക്സാമ്പിൾ. ഇത് ഇൻക്രീസ്ഡ് ബൈ എന്താണ് 20 crore ഇൻ ലാസ്റ്റ് 5 years എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു ഫ്ലോ ആണ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, അതായത് ഇന്ത്യയിൽ ഈ പോയിന്റിൽ, ഈ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന ഈ പോയിന്റിൽ 121 crore ഉണ്ട്, നേരെ മറിച്ച് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയിൽ. സോ ആ ഒരു ടൈം പീരീഡിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള സാധനത്തിനെ നമ്മൾ ഫ്ലോ എന്നും, അത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ പറയുന്ന സാധനത്തിനെ നമ്മൾ സ്റ്റാക്ക് എന്നും പറയുന്നു. സോ ഇൻ ദിസ് സെഷൻ we started with what? We started with by asking the question, what makes country richer or what makes countries poorer എന്നുള്ള രീതിയിൽ എന്താണ് ഒരു രാജ്യത്തെ സമ്പന്നവും പിന്നെ ദരിദ്രവുമാക്കുന്നതെന്ന ചോദ്യം ചോദിച്ചാണ് നമ്മൾ തുടങ്ങിയത്. Then we discussed about what production process, then production process leads to income and then it leads to wealth എന്ന് നമ്മൾ പറഞ്ഞു. Then we look on to some concepts of macroeconomics. We discussed about what final goods. Then we discussed about final goods is divided into two, consumption goods and capital goods. Again this can also be further divided into durable and non-durable, also we said like that. Then we discussed about what intermediate goods, what is intermediate good and final good, difference between intermediate and final, the tomato and the ketchup example. And then we discussed what a common measuring rod, why we need a common measuring rod. We said that in sum total of monetary value is our common measuring rod to calculate our entire income. So we discussed about that common measuring rod. Then we tried to introduce this concept of stack and flow in this session. Thank you.